ഹലോ കൂട്ടുകാരെ, ഇന്ന് മനോഹരമായ ഒരു ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ടാണ് എണീറ്റത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഞാൻ ബിരിയാണി അരിയൊക്കെ വാർത്തിട്ടേക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പോർക്ക് ഇരുന്നത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശരിയാക്കി എടുത്തു. ഇന്ന് ചിക്കൻ ബിരിയാണി അല്ല, പോർക്ക് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി റൈസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ബീൻസൊക്കെ അരിഞ്ഞെടുത്തു, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാബേജ്, ഇതൊക്കെ ഇട്ടിട്ടാണ് റൈസ് ശരിയാക്കാറ്. 6 kg നെയ്യാണ് നല്ലത്, അതൊഴിച്ചിട്ടാണ് സെറ്റാക്കാറ്. കുറച്ച് 6 kg നെയ്യും പിന്നെ കശുവണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറിയൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചപ്പൊക്കെ പോണതിനും തന്നെ നിർത്തണം കേട്ടോ. അത്രയും നേരം മതി. ക്യാരറ്റ് കുറച്ച് വനസ്പതിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വനസ്പതി ഒഴിച്ചിരിക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരാറുണ്ട്. വനസ്പതി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് നെയ്യും സാധനങ്ങളൊന്നും കൂട്ടാറില്ല. പിന്നെ ക്യാബേജ് ഇട്ടു. അങ്ങനെ ഒരു വലിയ മസാലയുടെ കുത്തൊന്നും ഇല്ലാത്ത ബിരിയാണി റൈസാണ് ഉണ്ടാക്കാറ്. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ചോറ് വാർത്തിച്ചത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അതെല്ലാം കൂടി അതിലേക്ക് കൊടുത്തിട്ടിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ 2-3 മുട്ടയും കൂടി ചേർക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബിരിയാണി. പിന്നെ എൻ്റെ ബിരിയാണി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എനിക്ക് തന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ഒരു 10-25 വർഷം മുമ്പാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, അപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പറയാറുണ്ട്. ഞാൻ അങ്ങനെ ബിരിയാണിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ മുട്ടയും കൂടി 3-4 മുട്ടയും കൂടി എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മുട്ട പൊരിക്കുക. ആ മുട്ടയും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. റെഡിയായി. പിന്നെ പപ്പടം കാച്ചിയതും അച്ചാറും തൈരും ഒക്കെ കൂട്ടിയാൽ കഴിക്കണേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.